കേരളത്തിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു അടിപൊളി ട്രെയിനാണിത്. ഇത് ട്രെയിൻ നമ്പർ 172-29 ശബരി എക്സ്പ്രസ് ആണ്. എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിൻ ആരംഭിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ്. തിരുവനന്തപുരം സെൻട്രൽ നിന്നും രാവിലെ 6:45 ആരംഭിക്കുന്ന ട്രെയിൻ കൊല്ലം ജംഗ്ഷൻ, കായംകുളം ജംഗ്ഷൻ, ചെങ്ങന്നൂര്, കോട്ടയം, എറണാകുളം ടൗൺ, തൃശ്ശൂർ, പാലക്കാട് ജംഗ്ഷൻ വഴി 1555 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് രണ്ടാം ദിവസം ഉച്ചയ്ക്ക് 12:45 ഹൈദരാബാദിലെ സെക്കുന്ദ്രാബാദ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 172-30 ആയിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:20 സെക്കുന്ദ്രാബാദ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചാൽ രണ്ടാം ദിവസം വൈകുന്നേരം 6:15 തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഈ ഒരു ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റ് വരുന്നത് 4 എണ്ണമാണ്. അതായത് UR അൺറിസർവ്ഡ് ആയിട്ടുള്ള കോച്ചസ് ഏറ്റവും മുൻഭാഗത്തെ ട്രെയിനിൽ 2 എണ്ണവും ഏറ്റവും പിൻഭാഗത്ത് 2 എണ്ണവും ഉണ്ട്. പിന്നുള്ളത് SLRD ഒന്നുണ്ട്, ഏറ്റവും മുൻഭാഗത്താണ്. അത് ട്രെയിനിന്റെ അംഗവൈകല്യമുള്ള യാത്രക്കാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോച്ചാണ് SLRD. സ്ലീപ്പർ കോച്ചസ് വരുന്നത് 8 എണ്ണമാണ്. S1 തൊട്ട് S8 വരെ അങ്ങനെ 8 സ്ലീപ്പർ കോച്ചസ് ഈ ഒരു ട്രെയിനിലുണ്ട്. AC കോച്ചസ് മൊത്തത്തിൽ വരുന്നത് 7 എണ്ണമാണ്. അതിൽ തേർഡ് AC 4ഉം സെക്കൻഡ് AC 2ഉം ഫസ്റ്റ് AC 1ഉമാണ്. ഇനി ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്നും സെക്കുന്ദ്രാബാദ് ജംഗ്ഷൻ വരെ ജനറലിന് 375 രൂപയും സ്ലീപ്പറിന് 635 രൂപയും തേർഡ് ACക്ക് 1740 രൂപയും സെക്കൻഡ് ACക്ക് 2505 രൂപയും ഫസ്റ്റ് ACക്ക് 4230 രൂപയാണ്. ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റായി രേഖപ്പെടുത്തണം. ഈ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കാം.